നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും എവരിത്തിങ് അറ്റ് ട്യൂബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് PSC പരീക്ഷയ്ക്ക് പ്രയോജനപ്രദമായ ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. PSC പരീക്ഷ ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10th ലെവൽ എല്ലാ പരീക്ഷകൾക്കും, പ്രത്യേകിച്ച് KS എക്സാമിനും പ്രയോജനപ്രദമായ കാര്യമാണ്. ഇപ്പോഴത്തെ PSC പരീക്ഷയുടെ ട്രെൻഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരിക്കലും പണ്ടത്തെ പോലെ ഒറ്റ വാക്ക് ഉത്തരം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തില്ല. കാരണം ഒരു ചോദ്യത്തിന് 3-4 സ്റ്റേറ്റ്മെൻറ്റുകളും ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരി അങ്ങനെ തിരഞ്ഞെടുക്കാൻ തരത്തിലാണ് ഇപ്പോൾ എല്ലാ PSC പരീക്ഷയ്ക്കും ചോദ്യം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് അതിനെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആഴത്തിൽ പഠിക്കുന്നതെന്ന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു വിഷയം എടുത്താൽ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും, എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് PSC ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ചരിത്രമായാലും, കറണ്ട് അഫയേഴ്സ് ആയാലും, ജിയോഗ്രഫി ആയാലും, സയൻസ് ആയാലും, മാത്സിന് പ്രശ്നമില്ല, സയൻസ് ആയാലും എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. മാത്സിന് കുഴപ്പം വരുന്നില്ല. എങ്കിലും താരതമ്യേന കടുപ്പമേറിയത് കറണ്ട് അഫയേഴ്സ്, ജിയോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിനോടനുബന്ധിച്ച് വേറെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റും അത് തമ്മിൽ ഉള്ള ബന്ധം, അതിലേതാണ് ശരി ഏതൊക്കെ തെറ്റാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അപ്പോൾ KS മുതൽ താഴോട്ട് ഏത് ഡിഗ്രി ലെവലായാലും, KSനായാലും, +2 ലെവലായാലും, 10th ലെവലായാലും എല്ലാ PSC പരീക്ഷകൾക്കും പ്രയോജനപ്രദമായ ഒരു ഭാഗമാണ് നമ്മളിത് പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് എന്ന സെക്ഷനിൽ 2025 പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഭരണഘടനയുടെ 130ാമത്തെ ഭേദഗതി ബിൽ അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 130th അമെൻമെൻറ്റ് ബിൽ 2025 പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് 2025 ഓഗസ്റ്റിലാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇനിയുള്ള ഏത് പരീക്ഷയിലും ഇതിൻ്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് 130ാമത്തെ ഭേദഗതി ബിൽ, ഭരണഘടനയുടെ 130ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് വളരെ വിവാദമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഉറപ്പായും അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അത് എന്താണ് ഈ ഭേദഗതി ബില്ലിൽ കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ, ഗുരുതരമായ കുറ്റത്തിന് തുടർച്ചയായി 30 ദിവസം ജയിലിൽ കിടക്കുന്ന മന്ത്രിമാർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടും എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നിയമമാണ് 130th അമെൻമെൻറ്റ്. നമ്മുടെ ഭരണഘടനയെ അമെൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബില്ല്. അതിൽ പറയുന്നത് 5 വർഷമോ അതിലധികമോ കാലയളവിലെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്യുന്ന ജനപ്രതിനിധികൾ, അതായത് മന്ത്രിമാർ എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എല്ലാം വരും, സാധാ മന്ത്രിയും വരും, പ്രധാനമന്ത്രി മുതൽ എല്ലാ മന്ത്രിമാരും വരും. അപ്പോൾ അവർ 5 വർഷമോ അതിലധികമോ കാലയളവിലെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്തതായി ഒരു കോടതി പറയുന്നു. ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിന് ആണ് ഇത് ബാധകമാവുന്നത്. അത്തരം കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റിലാക്കപ്പെട്ട് 30 ദിവസം ഒരു മന്ത്രി ജയിലിൽ കിടന്നാൽ അയാളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നതാണ് ഈ നിയമം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഇത് 2025 ഓഗസ്റ്റ് മാസത്തിൽ ലോക്സഭയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി ഈ നിയമത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് നിലവിൽ എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാലുള്ള നിബന്ധന നോക്കാം. നിലവിലെ നിയമം എന്ന് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമം 1951. ജനപ്രാതിനിധ്യ നിയമം 1951 പറയുന്നത് കുറഞ്ഞത് 2 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾ, ഒരു ജനപ്രതിനിധി MLA MP ആരായാലും 2 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിച്ചാൽ അയാൾ ആ ശിക്ഷാ കാലയളവിലും പിന്നീട് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് 6 വർഷത്തേക്കും അയാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ജനപ്രതിനിധിയാകാനോ കഴിയില്ല. അതാണ് നിലവിലെ നിയമം പറയുന്നത്. എന്നാൽ ഈ ഒരു ചട്ടം നമുക്ക് നോക്കുമ്പോൾ ഈ ചട്ടം നല്ല സ്ട്രോങ് ആണല്ലോ എന്ന് തോന്നുന്നു. പക്ഷേ ഇതിനെ വെള്ളം ചേർത്ത് കളയാൻ പറ്റുന്ന ഒരു ചട്ടം കൂടി ഇതിൻ്റെ ഒപ്പമുണ്ടായിരുന്നു.
ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ 2 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റം ചെയ്ത് ജയിലിൽ പോയി എന്ന് വയ്ക്കുക. അപ്പോൾ അയാളെ അയോഗ്യനാക്കി, ആ 2 വർഷത്തേക്ക് അയോഗ്യനാക്കി, തുടർന്നുള്ള 6 വർഷത്തേക്ക് അയോഗ്യനാക്കി. എന്നാൽ അയാൾ ഇതിനെതിരെ ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അയോഗ്യതയില്ല എന്ന് വരുന്നൊരു ചട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 2013 ലില്ലി തോമസ് കേസിൽ സുപ്രീം കോടതി ഈ നിബന്ധനയും റദ്ദ് ചെയ്തു. അതായത് 2 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾ ശിക്ഷാ കാലയളവിലും തുടർന്നുള്ള 6 വർഷത്തേക്കും നിലവിൽ ജനപ്രതിനിധിയാകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. കൂടാതെ 2016 ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 5 വർഷത്തെ ശിക്ഷ ലഭിച്ചാൽ പിന്നെ ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പറ്റില്ല എന്ന് ഭേദഗതി ചെയ്യണമെന്ന് ഒരു നിർദ്ദേശം കൊണ്ടുവന്നു. പക്ഷേ അത് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പുതിയ നിയമം ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്? പ്രധാനമന്ത്രി, സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും, കൂടാതെ പോണ്ടിച്ചേരി, ജമ്മു കാശ്മീർ എന്നിവയ്ക്കും ഈ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ് ബാധകമാണ്. ഇനി അതെങ്ങനെയാണ് ബാധകമാവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി 30 ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 30 ദിവസം അറസ്റ്റിലായി ജയിൽ കിടക്കുകയാണെങ്കിൽ 31ാമത്തെ ദിവസം പ്രധാനമന്ത്രി ശുപാർശ ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ആ കേന്ദ്രമന്ത്രിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യും. എന്നാൽ എപ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എല്ലാം ഒരേ പാർട്ടിക്കാരായിരിക്കില്ല. അപ്പോൾ ഒരു പ്രധാനമന്ത്രി വിചാരിക്കുകയാണ്, ഞാൻ ശുപാർശ കൊടുക്കുന്നില്ല, ഇയാൾ എൻ്റെ പാർട്ടിയിലെ ആളാണ്, ഇയാളെ അങ്ങനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു പ്രധാനമന്ത്രി വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. 30 ദിവസത്തെ കാലയളവിൽ അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ 31ാമത്തെ ദിവസം പ്രധാനമന്ത്രി ശുപാർശ കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായി ആ കേന്ദ്രമന്ത്രി പുറത്താക്കപ്പെടും. അതുപോലെ തന്നെയാണ് ഇനി സംസ്ഥാന മന്ത്രിമാരുടെ കാര്യം വരുമ്പോൾ 30 ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ ഗവർണറാണ്, സംസ്ഥാനത്ത് ഗവർണർ 31ാമത്തെ ദിവസം ആ മന്ത്രിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. കേന്ദ്രത്തിലേതുപോലെ തന്നെ സംസ്ഥാനത്തിലും സംസ്ഥാന മുഖ്യമന്ത്രി അങ്ങനെ ഒരു മന്ത്രിയെ നീക്കം ചെയ്യാനുള്ള ശുപാർശ കൊടുത്തില്ലെങ്കിൽ 31ാമത്തെ ദിവസം സ്വാഭാവികമായി ആ മന്ത്രി മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടും. ഇനി ഡൽഹിയിലാണെങ്കിലോ, ഡൽഹിയിലെ മന്ത്രിമാർ ഡൽഹി മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ പ്രസിഡൻ്റാണ് നീക്കം ചെയ്യുന്നത്. കാരണം ഡൽഹി ഒരു സംസ്ഥാനമല്ല, ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് ഗവർണർക്ക് പകരമുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ പ്രസിഡൻ്റായിരിക്കും നീക്കം ചെയ്യുക. അവിടെയും ഇതേ സാഹചര്യം തന്നെയാണ്. ആ 31ാമത്തെ ദിവസം നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ പുറത്താക്കപ്പെടും. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പ്രധാനമന്ത്രി ശുപാർശ ചെയ്ത് മന്ത്രിമാരെ പുറത്താക്കുന്നു, മുഖ്യമന്ത്രി ശുപാർശ ചെയ്ത് മന്ത്രിമാരെ പുറത്താക്കുന്നു. എന്നാൽ ഈ തലപ്പത്തിരിക്കുന്നവർക്ക് ഇത് ബാധകമാണ്. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി ഇവർക്ക് പുറത്താക്കുന്നതിന് ശുപാർശയിൽ പ്രസിഡൻ്റൊന്നും അല്ല പുറത്താക്കുന്നത്. ഇവർ 30 ദിവസം ജയിൽ ശിക്ഷ ചെയ്താൽ അനുഭവിച്ചാൽ 31ാമത്തെ ദിവസം ഇവർ രാജിവെക്കണം എന്നാണ് നിയമം പറയുന്നത്. ഇവർ രാജിവെച്ചില്ലെങ്കിൽ 31ാമത്തെ ദിവസം സ്വാഭാവികമായി പുറത്താക്കപ്പെടും. എന്നാൽ ഈ നിയമത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കാണുമ്പോൾ 30 ദിവസം കഴിഞ്ഞാൽ അവർ രാജിവെക്കുമല്ലോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാലും ശിക്ഷ പിന്നീട് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, തെറ്റാണെന്ന് കാണുന്നില്ല, ഈ 30 ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങിയാൽ ഇയാൾക്ക് വീണ്ടും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിയോ ആവുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഈ ഭരണഘടനാ ഭേദഗതി വരുന്നതുകൂടി നമ്മുടെ നിലവിലുള്ള ഭരണഘടനയിലെ ആർട്ടിക്കിൾ 75, 164, 239 AA എന്നിവ അമെൻഡ് ചെയ്യപ്പെടും. ആർട്ടിക്കിൾ 75 എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്രമന്ത്രിമാരുടെ, പ്രധാനമന്ത്രി അവരുടെയൊക്കെ നിയമനത്തെക്കുറിച്ചുള്ളതാണ്. ആർട്ടിക്കിൾ 164 എന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ മന്ത്രിമാരുടെ നിയമനത്തെ സംബന്ധിച്ചതാണ്.
ഇനി ആർട്ടിക്കിൾ 239 എന്ന് പറയുന്നത് ഡൽഹിയിലെ കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെ മന്ത്രിമാരുടെ നിയമനത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിന് പറഞ്ഞാലും മനസ്സിലാകില്ല, കേന്ദ്രമന്ത്രിമാരെ, സംസ്ഥാന മന്ത്രിമാരെ, ഡൽഹിയിലെ മന്ത്രിമാരുടെയും പുറത്താക്കപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു നിന്ന് അറിയാം. ഈ പുതിയൊരു നിയമം വരുമ്പോൾ അവരുടെ 3 പേരുടെയും നിയമനത്തെ സംബന്ധിച്ച ഭരണഘടനാ ചട്ടങ്ങളിൽ ഭേദഗതി സ്വാഭാവികമായും വരും. ഇനി ഇതോടൊപ്പം ചേർത്ത് നമ്മളിത് പഠിക്കുമ്പോൾ PSC പരീക്ഷയ്ക്ക് ചിലപ്പം വേറൊരു ചോദ്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 102, 191. 102, 191 എന്ന് പറയുന്നത് MP-മാരുടെയും MLA-മാരുടെയും അയോഗ്യത സംബന്ധിച്ച് വരുന്ന ചട്ടങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇത്രയാണ് 130ാമത്തെ ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. കൂടാതെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇത് പാർലമെൻറ്റ് ലോക്സഭയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ, ലോക്സഭയിലും 2/3 ഭൂരിപക്ഷം ലഭിക്കണം, രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ ഈ ബില്ല് പാസ്സാവുകയുള്ളൂ. ഇത്രയാണ് ഭരണഘടനയുടെ 130ാമത് ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്കെല്ലാവരും കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടുന്നതിനുള്ള പ്രചോദനം. നമുക്ക് കൂടുതൽ കറണ്ട് അഫെയർസ് പഠിക്കുന്നതിനായിട്ട് കൂടുതൽ വീഡിയോസ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.